സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ. മത്തങ്ങ നേക്കുമ്പോൾ ആരും ഓടിയൊന്നും പോകണ്ട. മത്തങ്ങ ധാരാളം വിറ്റാമിൻസും മിനറൽസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള നല്ലൊരു പച്ചക്കറിയാണല്ലേ. അപ്പോൾ നമുക്കതെങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതായത് മത്തങ്ങ വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മത്തങ്ങ പച്ചടി എങ്ങനെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സ്പൂൺ കണ്ടോ, ഈ സ്പൂണിന് ടേബിൾ സ്പൂണിന് ഒരു 3 സ്പൂൺ തേങ്ങയാണ് എടുക്കുന്നത്. തേങ്ങ ഒരുപാട് വേണ്ട, ഇച്ചിരി തേങ്ങ മതി. കുറച്ച് തേങ്ങ മാത്രമേ അരയ്ക്കാവൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 2-3 കാന്താരി മുളക്, ഇതും കൂടെ എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ വെള്ളമല്ല ഒഴിക്കുന്നത്, തൈരാണ് ചേർക്കുന്നത് കേട്ടോ. അത് നല്ല കട്ട തൈരാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് അരയ്ക്കാം. അരയ്ക്കുമ്പോൾ തൈര് കുറേശ്ശെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. പക്ഷെ നന്നായിട്ട് അരയണം, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരിഞ്ഞ് വരണം. തേങ്ങ നന്നായിട്ട് എടുത്തിട്ട് വരാം. ഇതങ്ങ് അരച്ച് ഒരു ഫുൾ അരിഞ്ഞിട്ടില്ല, ഒരു 1/4 ഭാഗം അരഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. കടുക് ആദ്യം തന്നെ ചേർത്താൽ ഒരുപാടങ്ങ് അരഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അരച്ചിട്ട് പിന്നെ കടുക് ചേർത്തത്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കറിവേപ്പില ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നത് കേട്ടോ. ഈ ഒരു കണ്ടീഷനിലായി. ഇനി ഇതാണ് മത്തങ്ങ. ഒരു ചെറിയ മത്തങ്ങയാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ പകുതി മാത്രമേ ഇപ്പം ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ കഷ്ണങ്ങൾ ഒരുപാടായി പോയി കഴിഞ്ഞാൽ പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ണങ്ങൾ ഇട്ടിട്ട് കൂടുതൽ തൈര് ചേർത്ത് ഉണ്ടാക്കാൻ നോക്കണേ. അതുപോലെ തന്നെ മത്തങ്ങ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി കുറച്ച് കളഞ്ഞാൽ മതി. അതിൻ്റെ സ്കിൻ കുറച്ച് കളയാവും. അതുപോലെ തന്നെ അതിനകത്തുള്ള ഭാഗം, അതിൻ്റെ കുരുവില്ലേ, സീഡിൻ്റെ ഭാഗം കളയുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനകത്ത് ഇങ്ങനെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നല്ലപോലെ കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മത്തങ്ങ ഇതുപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ട് വേവിക്കുമ്പോഴത്തേക്ക് വല്ലാണ്ടങ്ങ് കുഴഞ്ഞു പോകും. അതിൻ്റെ ആ ഉള്ളിലത്തെ ഭാഗമൊക്കെ ഇരുന്നിട്ട് ടേസ്റ്റും ഒരു മധുരം പോലെ ഉണ്ടാകും. അതുകൊണ്ട് അതിനകം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കുരുവും അതിനകത്തുള്ള എല്ലാ ഭാഗവും കളഞ്ഞിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഭാഗം വേണം എടുക്കാൻ കേട്ടോ. അത് ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പകുതി അരിഞ്ഞെടുത്തപ്പോൾ ഈ ബൗളിന് ഒരു ബൗള് മത്തങ്ങ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഇതെല്ലാം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് നീക്കിയിടാം. ഇതിലേക്ക് ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, 4-5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇച്ചിരി എരിവ് വേണമെങ്കിൽ ആ മത്തങ്ങയുടെ കഷ്ണങ്ങളിലൊക്കെ എരിവും തൈരിൻ്റെ ഒരു പുളിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കണ്ടോ, കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്തത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് ഇതങ്ങ് വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പച്ചടിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിക്കാവൂ. അത് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. മത്തങ്ങയ്ക്ക് അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. കണ്ടോ, മത്തൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രമേ അരപ്പ് ചേർക്കാവൂ കേട്ടോ. ഇതുപോലെ ഇളക്കുമ്പോൾ ഒട്ടും ഇതിൻ്റെ പീസസ് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോകാതെ ഇതുപോലെ ഇരിക്കണം. കണ്ടോ, അധികം അങ്ങ് വെന്ത് പോയിട്ടില്ല. ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കണം. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ചേർത്തങ്ങ് മിക്സ് ചെയ്യാം. അത് ഒരുപാടങ്ങ് തിളച്ച് പോകരുത് കേട്ടോ. കാരണം നമ്മൾ തൈര് ചേർത്തല്ലേ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തിളച്ച് പോകാതെ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. തേങ്ങ കുറച്ച് അരയ്ക്കുക. കണ്ടോ, ചെറിയ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് വരണം കേട്ടോ. ഇതുപോലെ എല്ലാം നീക്കിയിട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോഴും ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകുന്നില്ല. കണ്ടോ, അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട്, തീ ഓഫാക്കിയിട്ട് വേണം തൈര് ഒഴിക്കാൻ, അല്ലെങ്കിൽ തൈര് തിളച്ച് പോകും. കണ്ടോ, 2 കപ്പ് തൈര് ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുത്തതാണ്. നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. കാരണം മത്തങ്ങയ്ക്ക് അറിയാലോ മത്തങ്ങയുടെ ടേസ്റ്റ് ഏതാണെന്നുള്ളത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് വേണം.
അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന തൈരിന് അങ്ങനെ പുളി ഉണ്ടാവാറില്ല. അപ്പോൾ തലേന്ന് തന്നെ എടുത്ത് പുറത്ത് വെച്ചിരുന്നാൽ തൈരിന് നല്ല പുളി ഉണ്ടാവും. പ്ലാസ്റ്റിക് പാത്രം ഒഴിവാക്കിയിട്ട് ഒരു ഉടയുന്ന ബൗളിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോ വല്ല ഒഴിച്ചിട്ട് ഒക്കെ മാറ്റിയിട്ട് പുറത്ത് വെച്ചിരുന്നാൽ നല്ല പുളിയായി കിട്ടും കേട്ടോ തൈരിന്. ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കാം. ഇതിനകത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളെ അടിപൊളി ആയിട്ടുള്ള മത്തങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചും കൂടി ഇടാം. കടുക് പൊട്ടിച്ചൊന്നിടണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടായി വന്ന് ഇതിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ മതിയാകും. ചൂടായതിന് ശേഷം നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ചെറിയുള്ളി ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്, കരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ പച്ചടിയിലെ കളറ് അങ്ങ് ചേഞ്ച് ആകും കേട്ടോ. ആ വറുത്ത ഉള്ളി തൈരിൽ കിടന്നിട്ട് ഒരു വല്ലാതെ കളറാകും. അതുകൊണ്ട് ഞാനൊരു ചെറിയ കുഞ്ഞുള്ളി എടുത്തതേ ഉള്ളൂ. നന്നായിട്ട്. പക്ഷേ ആ ഉള്ളി വറുത്തിടുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കാതിരുന്നത് കേട്ടോ. കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും കടുക് താളിക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ കടുക് താളിക്കുമ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആകും, ഒരു കയ്പ്പ് രുചി പോലെ വരും. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഉള്ളി നിളകി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് ഇതും കൂടെ നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നതല്ല, മത്തങ്ങയൊക്കെ ഇടയ്ക്ക് ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കിക്കോളൂ കേട്ടോ. നല്ലതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.